ഹായ് ഓൾ. അങ്ങനെ നീറ്റ് 2023 അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നീറ്റ് ഈ വർഷത്തെ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ നീറ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് പൊതുവെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാനുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബയോളജി ആയിരുന്നു കുറച്ചുകൂടി ടഫായി കുട്ടികൾക്ക് കൂടുതലായും അനുഭവപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്ന് നേർവിപരീതമായിക്കൊണ്ട് ബയോളജി പൊതുവെ ഈസി ആയിരുന്നു എന്നുള്ളതാണ് സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു പാറ്റേൺ നമുക്ക് വളരെ കൃത്യമായി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ബയോളജിയിൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലൂടെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും NCERT മാത്രം ബേസ് ചെയ്തുകൊണ്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ബയോളജി ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ NCERT പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ നീറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരോട് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ NCERT മനഃപ്പാഠമാക്കുക, അതിലുള്ളത് മുഴുവനായിട്ടും പഠിക്കുക, അതിലുള്ള ഒരു വള്ളി പോലും വിട്ടുപോകരുത് എന്നൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്ന അതേ കാര്യം നമുക്ക് വീണ്ടും പറയേണ്ടുന്ന ഒരു അവസ്ഥയാണ്. NCERT അതാണ് പിന്നെ നീറ്റിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായി ബയോളജി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ സംശയമില്ല. പക്ഷേ ഇപ്രാവശ്യം ബയോളജി ഈസി ആയതുകൊണ്ട് തന്നെ റാങ്ക് നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് ഈ ഒരു സീറ്റ് കിട്ടണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ സ്റ്റുഡൻസിൽ നിന്നുള്ള ഫീഡ്ബാക്കും ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഫിസിക്സും ഒരു ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രിയും പൊതുവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി തോന്നാവുന്ന അല്ലെങ്കിൽ ഒരു ആവറേജ് അബവ് ആവറേജ് തോന്നാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതിയെന്ന് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും പിന്നീട് അത് എക്സാമിന് ശേഷം അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചെറിയ ചില കൺഫ്യൂഷൻസ് ഈവൻ ഫാക്കൽറ്റീസിന് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന രൂപത്തിലുള്ള അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അതിലെ പിന്നെ സ്കോറിംഗ് അനുസരിച്ചായിരിക്കും മിക്കവാറും ഈ വർഷത്തെ കട്ട് ഓഫ് കൂടുമോ കുറയുമോ അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് കെമിസ്ട്രിയും കുറച്ചൊക്കെ ഫിസിക്സും ആയിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായും ഈ ഒരു അനലൈസിങ് കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻസും എല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഈ നീറ്റ് കഴിയുമ്പോൾ എന്തായാലും നീറ്റ് ഈ എക്സാം കഴിഞ്ഞു അല്ലേ, ഇനി അതിൽ പോയി തിരിച്ചു പോയി എന്തെങ്കിലും ചെയ്യാനൊന്നും നമുക്ക് സാധ്യമല്ല. ഈ നീറ്റ് അവസാനിക്കുമ്പോൾ നീറ്റ് എഴുതിയവരോടും അല്ലാത്തവരോടും ഒക്കെ ആയി നമുക്ക് പറയാനുള്ളത് ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട് അല്ലേ, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നീറ്റ് കഴിഞ്ഞു, നീറ്റ് എക്സാം എഴുതിയവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി 1-2 വർഷം പ്രയത്നിച്ചവരോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അത് എന്താവും കട്ട് ഓഫ്, എനിക്ക് കിട്ടുമോ, എനിക്ക് സീറ്റ് കിട്ടുമോ, അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പിന്നെയും പീഡിപ്പിച്ചു കൊണ്ടിരിക്കാതെ നമ്മൾ അത് വിടുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്, വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ട പല കാര്യങ്ങളും ഈവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ഫങ്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആഘോഷങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് 1 വർഷമോ 2 വർഷമൊക്കെ ഇതിനു വേണ്ടി എല്ലാം മറന്ന് അധ്വാനിക്കുകയായിരുന്നു നമ്മൾ. ഇനി അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആവാനും നമ്മുടെ ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു സമയം നമ്മൾ നീക്കി വെക്കുക എന്നുള്ളതാണ്. റിസൾട്ട് എന്ത് തന്നെയാകട്ടെ, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മാർക്ക് എന്ത് തന്നെയാകട്ടെ, അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ നിങ്ങൾ അത്തരത്തിലുള്ള വറീസൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് റിലാക്സ് ആവാൻ, ഒന്ന് ഫ്രീ ആവാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. അതിനുശേഷമൊക്കെ വരുന്നത് പോലെ എന്തായാലും ഈ നീറ്റ് കിട്ടുകയില്ല അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഒരു അഡ്മിഷൻ കിട്ടുകയില്ല എന്നുള്ളതൊന്നും അല്ല, ഒരു ലൈഫിൻ്റെ എൻഡ് പോയിന്റ് ഒന്നും അല്ല അല്ലേ. അത് കിട്ടിയാലും പിന്നെയും ഒരുപാട് കടമ്പകളുണ്ട്, കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊരു അവസാനമല്ല, എല്ലാ ഡോറും അവസാനിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന രൂപത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കുക. അതോടൊപ്പം ഇങ്ങനെ കുറച്ചൊരു ഈസിയായ ബയോളജി പാർട്ടും കുറച്ചൊക്കെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കെമിസ്ട്രി ഫിസിക്സ് പാർട്ടും ഒക്കെ വന്നപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും അവസാനത്തോട്ട് നമ്മൾ മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ് ഏതാണോ, അതിപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ആ കാര്യങ്ങൾ ആ ഭാഗം ചില ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്ന്
പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. വേറെ ചില ഒരു നെഗറ്റീവായി വന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ഫിസിക്സിലെയും ചില ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ ചില ക്വസ്റ്റ്യൻസും അത് വായിക്കുമ്പോൾ അങ്ങോട്ട് മനസ്സിലാവില്ല, ഭയങ്കരമായ കൺഫ്യൂഷൻ എന്ന രൂപത്തിൽ ആ ഒരു പാറ്റേണിനോട് ഫെമിലിയറൈസ് അല്ലാത്ത ഒരു വിഷയവുമാണ് പിന്നീട് കേട്ടിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് ഇനിയും നീറ്റ് എഴുതണം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങളിപ്പോൾ നീറ്റ് എഴുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനി എഴുതാനിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടുന്ന പാഠം എന്ന് പറയുന്നത് ആ പാറ്റേണിനോട് ഫെമിലിയറൈസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, 10ാം ക്ലാസ് വരെയും +2 വരെയും നമ്മൾ സ്കൂൾ എക്സാം പാറ്റേണിലാണ് എല്ലാം പഠിച്ചിട്ടുള്ളത്. ഷോർട്ട് എസ്സേയും ഷോർട്ട് നോട്ടും അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള പിന്നെ ആൻസർ എഴുതിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു MCQ ബേസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു എക്സാമിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് നമുക്ക് കുറവായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല ആൾക്കാരും +1 ഈ MCQs കണ്ടു തുടങ്ങുന്നത്. ചില ആൾക്കാരൊക്കെ +2 കഴിഞ്ഞിട്ടാണ് ഇത് ഈ ഒരു പാറ്റേണിനോട് ഫെമിലിയറൈസ് ആകുന്നത്. ആ ആളുകൾ +2 വരെ നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട്, വളരെ ബ്രില്യൻ്റ് ആണ്. പക്ഷെ അവർക്ക് ഈ പാറ്റേണിനോട് ഫെമിലിയറൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതാണ് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ആ സമയത്ത് കാണുമ്പോൾ ആകെ ഇടങ്ങേറാവുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ള ഇതിന് രണ്ടിൻ്റെയും പ്രധാന കാരണം ഈ പാറ്റേൺ ഫെമിലിയറൈസ് അല്ലാത്തതിൻ്റെ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ +1 +2 അങ്ങനെയല്ല ഹൈസ്കൂളിലാണെങ്കിലും, നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ സമയം മുതൽ തന്നെ അത്തരത്തിലുള്ള പാറ്റേണിനോട് ഫെമിലിയറൈസ് ആവാൻ പരമാവധി ശ്രമിക്കണം. ഇനി നിങ്ങൾ നീറ്റൊക്കെ എഴുതിയവരാണെങ്കിലും നിങ്ങളുടെ അനിയന്മാരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരോട് പറയണം, ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നല്ല മാർക്കുണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. ഈ ഒരു പാറ്റേണിനോട് ഫെമിലിയറൈസ് ആവാൻ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൻ, അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ കുറച്ച് നേരത്തെ ശ്രമിക്കുവാൻ കൂടി എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന മറ്റൊരു പാഠം അതാണ്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എക്സാം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് കുറച്ച് റിലാക്സ് ആവുക. അതേപോലെ തന്നെ ഈ എക്സാമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനി അടുത്ത നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിലും ഇനി അങ്ങോട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് സ്വപ്നം കാണുന്നവർക്കുമെല്ലാം ഒരുപാട് പാഠങ്ങൾ ഈ ഒരു നീറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഒന്നാമത്തത് ബയോളജിയിലുള്ള NCERTയുടെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. രണ്ടാമത്തത് ടൈം മാനേജ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് ഈ ഒരു പാറ്റേണിനോട് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻസ് കൂടി മാറ്റിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നീറ്റ് എഴുതിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ തന്നെ എഴുതാനിരിക്കുന്ന ആളുകൾക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.